ഹായ് ഹലോ ഇന്ന് നമ്മളപ്പോൾ കണക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ കണക്റ്റിന് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, കണക്ട് ഇന്ത്യ എന്നാണ് അവരുടെ ID. അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മെയിൻലി ഹെഡ്ഫോൺസും സ്പീക്കേഴ്സും പവർ ബാങ്ക്സ് ഒക്കെയാണ്. നമുക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കാം, അതായത് www.connect.india. അപ്പോൾ ഇതാണ് അവരുടെ പ്രൊഡക്ട്സ്. ചാർജിങ് കേബിൾസ്, പവർ ബാങ്ക്, പിന്നെ സൗണ്ട്സിൽ ഹെഡ്ഫോൺസ് ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരുടെ വെബ്സൈറ്റ് കയറി നോക്കണം, അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെയാണ്. അപ്പോൾ അവർ അയച്ചെന്ന പവർ ബാങ്കിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കണക്റ്റിൻ്റെ പവർ ബാങ്ക്. ഇത് വന്നിട്ട് 10,000 mAh പവർ ബാങ്ക് ആണ്. ZEAL പൾസ് എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഇതിന് വന്നിട്ട് 3 times പവർ ഡെലിവറി ഉണ്ട്, പിന്നെ 3.9 ക്വിക്ക് ചാർജോടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇവർക്ക് 3 പോർട്ടുകളാണ് ഉള്ളത്. അതായത് ഒന്ന് USB ക്വിക്ക് ചാർജ് പോർട്ടും, പിന്നെ ടൈപ്പ് സിയുടെ ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്, പിന്നെ നമ്മുടെ മൈക്രോ ഇൻപുട്ട്, അതായത് നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാനുള്ളത്. ഇത് വന്നിട്ട് ലിഥിയം പോളിമർ സെല്ലാണ്. ഔട്ട്പുട്ടുകൾ വന്നിട്ട് 5 വോൾട്ട് ഉണ്ട്, 9 വോൾട്ട് ഉണ്ട്, പിന്നെ 12 വോൾട്ടും ഉണ്ട്. അതാണ് നമ്മുടെ ഫാസ്റ്റ് ചാർജ്. ഓക്കെ, അപ്പം ഇതെല്ലാം ഡിവൈസസിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ LED ഇൻഡിക്കേറ്റർ ഉണ്ട്, 2 ഔട്ട്പുട്ട് 2 ഇൻപുട്ട്, പിന്നെ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ 100% എത്തിയിട്ട് ഓഫ് ചെയ്യാൻ മറന്നാലും ഇത് തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതായത് ഓവർ ചാർജ് ആവില്ല. പിന്നെ 1 വർഷം വാറൻറ്റിയും കൂടെ ഉണ്ട്. നമുക്കപ്പോൾ തുറന്ന് നോക്കാം. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചെറിയ പവർ ബാങ്കാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3 പോർട്ടുകൾ. ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്, മൈക്രോ ചാർജർ ഉണ്ട്, USB ഉണ്ട്. ഇതാണ് നമ്മുടെ LED ഇൻഡിക്കേറ്റർ. ഈ ബട്ടൺ നിൽക്കാൻ നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇപ്പോൾ ഫുൾ ചാർജാണ്. അതാണ് ഇപ്പം 4 ലൈറ്റ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ഉണ്ട് നോക്കുന്നത്. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ഉണ്ട്. ഇത് നമുക്ക് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം, ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു കേബിളോടെ ഉണ്ട്. ഇതൊന്നുണ്ട് USB ടു മൈക്രോ ആണ്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനാണെങ്കിൽ നമുക്ക് മൈക്രോ കുത്തിയാലും, പിന്നെ ഔട്ട്പുട്ടിന് വേണ്ടി നമുക്ക് USB കുത്തിയാൽ മതി. ഇപ്പോൾ ഈ ബോക്സിൽ ഈ 3 സംഭവങ്ങളാണ് വരുന്നത്, 2 കേബിളും പിന്നെ ഒരു പവർ ബാങ്കും. ഓവറോൾ നോക്കിയാൽ നല്ല സ്ട്രോങ് ബിൽഡ് തന്നെയാണ്. അതിൽ ചെറിയ പവർ ബാങ്ക്, എൻ്റെ ഫോൺ എടുക്കാൻ പറ്റുന്നത് ഇത് ഇത്രയേ ഉള്ളൂ സൈസ്. അപ്പോൾ നമുക്ക് ട്രാവലിനൊക്കെ നമുക്ക് ഒരു പ്രശ്നം ഇല്ലാതെ എടുക്കാൻ പറ്റും. പിന്നെ വെയിറ്റും അത്രയില്ല. പിന്നെ 10,000 mAh ഉള്ളത് കൊണ്ട് തന്നെ നല്ല കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ഫാസ്റ്റ് ചാർജിങ് ആണ് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്ര ചെറിയ പവർ ബാങ്ക് ആയാലും നല്ല പവറുള്ള പവർ ബാങ്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസസ് എല്ലാം പെട്ടെന്ന് ചാർജ് ആവും. അപ്പോൾ കണക്റ്റിൻ്റെ പവർ ബാങ്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള പവർ ബാങ്ക് ആണെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള പവർ ബാങ്ക് ആണ്. 12 വോൾട്ട് ഔട്ട്പുട്ടാണ് വരുന്നത്, അതായത് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പം നല്ല ചെറുതായതുകൊണ്ട് നമുക്ക് ട്രാവലിന് എല്ലാം എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സൈഡിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും